everyone, welcome back to our channel Innis Recipe. ഇന്ന് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന മോസ് റോസ് അല്ലെങ്കിൽ ടേബിൾ റോസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാൻ വെച്ചിട്ട് ഒരു അടിപൊളി ബോൺസായി ഉണ്ടാക്കി എടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പോട്ടാണ് ഞാൻ ആദ്യം റെഡിയാക്കുന്നത്. ഞാൻ ഒഴിഞ്ഞ ഒരു അച്ചാർ കുപ്പിയാട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ ജസ്റ്റ് പഴയ ക്ലിപ്പിൻ്റെ കുറച്ച് സ്റ്റോൺസ് ഇരുന്നത് റാൻഡമായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് ചെറിയ ബൗൾസ് ഒക്കെ ഉണ്ടല്ലോ, വളരെ ചെറുത്, അതിൻ്റെ അകത്ത് ഇങ്ങനെ ബോൺസായി ഉണ്ടായി നിൽക്കുന്ന കാണാനാണ് ഏറ്റവും ഭംഗി. പക്ഷേ എൻ്റെ കയ്യിൽ ആ പോട്ടില്ലാത്തത് കൊണ്ടിട്ട് ഞാൻ ഇതിൽ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഗ്ലൂഗൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റാൻഡമായിട്ട് ഇതുപോലെ പശ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കുന്നു. കയ്യിൽ ഇത് ഡയറക്റ്റ് പെട്ടെന്ന് തന്നെ ചൂടോടെ ഇരിക്കുമ്പോൾ തന്നെ പറ്റാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, ഗ്ലൂഗൺ യൂസ് ചെയ്യുമ്പോൾ. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. ഉണങ്ങി കഴിയുമ്പോൾ വളരെ ചെറിയ നൂല് പോലെ വരുന്ന എക്സ്ട്രാ വരുന്ന ആ ഒരു ഇതെല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇപ്പോൾ ഇതിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പോട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. വീടിൻ്റെ ഉള്ളിൽ വയ്ക്കുന്നതായതുകൊണ്ട് കുറച്ച് ഭംഗിയിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പോട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഉണങ്ങുമ്പോൾ ആ ചെറിയ ലൈൻസൊക്കെ അങ്ങ് റിമൂവ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നോളും. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് ബോൺസായി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഈ ഒരു ലെങ്ത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ, ടേബിൾ റോസ്. അപ്പോൾ പല കളർ നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഡിഫറെൻറ്റ് കളർ ആകുമ്പോൾ അടിപൊളിയായിട്ടുണ്ടാവും. ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു പോട്ടിലുണ്ടായിരുന്ന കുറച്ച് ഈ ടേബിൾ റോസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ച് അധികം ലെങ്ത്തിലും എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ലീവ്സ് അതിൽ നിന്ന് മാറ്റണം. അപ്പോൾ ഏറ്റവും മുകളിൽ കുറച്ച് ലീവ്സ് ഇരുന്നോട്ടെ, പക്ഷെ താഴേക്ക് ഒട്ടും ലീവ്സ് വരാൻ പാടില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 3 എണ്ണം എടുത്തിട്ട് മുടിയൊക്കെ മെടയില്ലേ, അതുപോലെ ഒന്ന് മെടഞ്ഞ് അല്ലെങ്കിൽ പിന്നി കൊടുക്കാം. സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമ്മുടെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ കുറച്ച് അധികം സ്ട്രാൻഡ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ എടുത്തിട്ട് അതിൻ്റെ കോമ്പിനേഷനിൽ ഇതുപോലെ പിന്നി കൊടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഫ്ലവർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ മൊട്ടൊക്കെ ഉള്ള ഒരു ഇതാണ് കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് ഫ്ലവറൊക്കെ വന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം പിന്നി എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചെണ്ണേ എനിക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ, അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ ആ ഭാഗത്ത് നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കണം. മുറിഞ്ഞു പോകാൻ പാടില്ല ഈ തണ്ട്, എന്നാൽ നല്ല ടൈറ്റും ആയിരിക്കണം. ആ രീതിയിൽ വേണം കെട്ടിക്കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ താഴ്ഭാഗത്തും നമുക്ക് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇത് എത്ര നാൾ കഴിഞ്ഞാലും ഇതുപോലെ സ്റ്റിക്ക് പോലെ അതിൻ്റെ ആ ഒരു തണ്ട് ഇരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ താഴ്ഭാഗത്ത് അത്ര യൂണിഫോം അല്ലല്ലോ ലെങ്ത്ത്. അപ്പം അത് ഒരു 2 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് വേണം നട്ട് കൊടുക്കാനായിട്ട്. എത്ര നാൾ കഴിഞ്ഞാലും ഈ ഒരു ഭാഗം ഇതുപോലെ തന്നെ പിന്നി ഇരിക്കും. നമ്മൾ ചൈനീസ് പ്ലാന്റ്സ് ഒക്കെ കണ്ടിട്ടില്ലേ, അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന പ്ലാന്റ്സ് അതുപോലെ ഇരിക്കും. അപ്പം ഞാനിത് പോട്ടിൽ നട്ടു കൊടുത്തിട്ടുണ്ട്. ഞാൻ കടയിൽ നിന്ന് വാങ്ങുന്ന ആ മണ്ണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഏത് മണ്ണിലും ഉണ്ടാവും കേട്ടോ. കാരണം ഈസിലി എല്ലായിടത്തും പിടിക്കുന്ന ഒരു പ്ലാന്റാണ് ഈ മോസ് എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ അത് ഫ്ലവറിങ്ങും നടക്കും, അതുപോലെ തന്നെ നന്നായിട്ട് വളരുകയും ചെയ്യും. വലിയ കെയറൊന്നും ആവശ്യമില്ല. വൺസ് ഇൻ എ വീക്ക് നമ്മൾ വെള്ളമൊക്കെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെയൊക്കെ ഒന്ന് വിടർത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതിനെ നോക്കുക. ആഴ്ചയിലൊരിക്കൽ വെള്ളം കൊടുത്താൽ മാത്രം മതി. അത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ കെയറിങ്. ഇതൊരു 1 മന്തിനുള്ളിൽ തന്നെ നന്നായിട്ട് ലെങ്തി ആയിട്ട് വളരും. അപ്പോൾ ശരിക്കും ഇത് നന്നായിട്ട് വളർന്നു വരുമ്പോഴാണ് കാണാൻ ഭംഗി. മുകൾ ഭാഗം ഇങ്ങനെ ട്രീ പോലെ വന്നിട്ട് നിറച്ചും ഫ്ലവേഴ്സായിട്ട് നിൽക്കും. അതുപോലെ താഴ്ഭാഗത്തേക്ക് വരുന്ന ഇലകളൊക്കെ നമ്മൾ മാറ്റി ഇതുപോലെ ട്രങ്ക് പോലെ ആക്കി കൊടുക്കണം. അപ്പോൾ കറക്റ്റ് ഒരു ബോൺസായി ട്രീയുടെ ഒരു ലുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ വെച്ചിട്ട് അതിൻ്റെ കോമ്പിനേഷനിലൊക്കെ പിന്നി നല്ല ബ്യൂട്ടിഫുൾ ആക്കി വെച്ച് നോക്കുക. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം.
എന്തായാലും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.